ഹലോ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. വ്യാഴാഴ്ച ദിവസം ഡിസംബർ 18 വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ മ്യൂസിക്കിൻ്റെ ചാനൽ സിറ്റി ലൈറ്റ് മ്യൂസിക് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലിൽ ഒരു പുതിയ പാട്ട് നമ്മൾ റിലീസ് ചെയ്യുക. ആ പാട്ടിൻ്റെ പേരിങ്ങനെയാണ്, ഞാൻ ഭയപ്പെടില്ല. എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു ഗാനമാണത്. കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ, ഹോസ്പിറ്റൽ ബെഡിൽ ഇങ്ങനെ കിടന്നപ്പോൾ, ഇതൊരു പഴയ പഞ്ചാബി പാട്ടാണ്. ആ പാട്ടിൻ്റെ വരികൾ മലയാളത്തിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഞാൻ മലയാളത്തിൽ ആ പാട്ടിൻ്റെ വരികൾ മലയാളത്തിൽ ഇങ്ങനെ എന്നോട് തന്നെ പാടാൻ തുടങ്ങി. ആ വരികളാണ് ഈ രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ച ഒരു പാട്ടാണിത്. അത് നിങ്ങളെല്ലാവരും കേൾക്കണം. കേൾക്കുക മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളുടെ അരികിലേക്കും അത് എത്തിക്കണം. അത് നിങ്ങളും പാടി ദൈവത്തെ സ്തുതിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമുക്കിന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, യെരമ്യാ പ്രവാചകൻ ഒരിക്കൽ ദൈവത്തോട് തൻ്റെ ചുറ്റുമുള്ള മറ്റുള്ളവരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം കടന്നു പോകുന്ന പ്രയാസത്തിൽ കൂടെ കടന്നു പോയി മനസ്സ് നൊന്ത് വിഷമിച്ച് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഇവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഞാനിങ്ങനെ ഇതെല്ലാം സഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ, ഞാൻ നിന്നെ വിശ്വസ്തയോടുകൂടെ സേവിക്കുന്നവനാണ്, നിഷ്കളങ്കമായ വിശ്വസ്തയോടുകൂടെ നിന്നെ സേവിക്കുന്നവൻ. പക്ഷേ എൻ്റെ ചുറ്റും ജീവിക്കുന്ന പലർക്കും, അവർ പലരും ദുഷ്ടതയിൽ ജീവിച്ചിട്ടും അവർക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ നമ്മളിൽ പലരും പലപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് പോലെ യെരമ്യാവ് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു മറുപടിയാണ് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? കാലാളുകളോടുകൂടെ നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ ഓടിയിട്ട് എങ്ങനെ നീ മത്സരിച്ച് അവരുടെ കൂടെ ഓടി ജയിക്കും എന്ന് ദൈവം യെരമ്യാവിനോട് ചോദിക്കുക. ഇൻ അതർ വേർഡ്സ്, ദൈവം യെരമ്യാവിനോട് പറയുക, ഈ മനുഷ്യർ ബാക്കി മനുഷ്യരോടുകൂടെ ഓടി നീ ഇപ്പോൾ ക്ഷീണിച്ചാൽ നിൻ്റെ മേലുള്ള വിളി അത് പുറത്തേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. നിൻ്റെ മേലുള്ള വിളി എന്തെന്നറിയോ? നീ കുതിരകളുടെ കൂടെ ഓടേണ്ടിയവനാ. ഈ മനുഷ്യരുടെ കൂടെ ഓടി ക്ഷീണിക്കേണ്ടിയവൻ അല്ല. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിൽ പല പ്രാവശ്യം പ്രയാസങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തന്നെ യെരമ്യാവ് ചോദിച്ചതുപോലെ തന്നെ സങ്കടം വന്ന് ദൈവത്തോട് ചോദിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ദൈവം യെരമ്യാവിനോട് പറഞ്ഞ അതേ കാര്യം ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. എന്തെന്നറിയോ? നിൻ്റെ മേലുള്ള വിളി അവരുടെ മേലുള്ള വിളി പോലെ അല്ല, അവർക്ക് വരുന്ന പ്രയാസങ്ങൾ പോലെയല്ല നിൻ്റെ മേലുള്ള പ്രയാസം. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നീ അനുഭവിക്കുന്ന പ്രയാസവും വ്യത്യസ്തമാണ്. കാരണം എന്തെന്നറിയോ? നിൻ്റെ മേൽ കിടക്കുന്ന വിളിയും അതുപോലെ തന്നെയാണ്. വ്യത്യസ്തമായൊരു വിളിയാണ്, ഒരു സാധാരണ കോളിംഗ് അല്ല. ഹല്ലേലൂയ. ദൈവം അതിനൊരു അനാലജി അവിടെ കൊടുക്കുന്നത് വളരെ മനോഹരമാണ്. എന്താണെന്നറിയോ? നീ കുതിരകളുടെ കൂടെ ഓടി കുതിരകളുടെ കൂടെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ മത്സരിച്ച് ജയിക്കേണ്ടിയവനാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു ഹിൻറ്റ് കൊടുക്കുകയാണ്, നിൻ്റെ മേലിലുള്ള കോളിംഗ് ഒരു അസാധാരണമായ ഒരു കോളിംഗാണ്. അതെന്തെന്നറിയോ? യെരമ്യാവിനെ അറിയാമായിരുന്നു ഒരു വ്യക്തിയെ, കുതിരകളുടെ കൂടെ ഓടി ജയിച്ച ഒരു വ്യക്തിയെ യെരമ്യാവിന് ഓർമ്മ വന്ന് കാണും. ആരാന്ന് നമുക്കറിയാം, ഏലിയാവ് പ്രവാചകനായ ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിൻ്റെ കൂടെ ഓടി അതിൻ്റെ മുൻപിൽ കയറി ജയിച്ചവനാണ്. അപ്പോൾ ദൈവം ആ ഒരു കമ്പാരിസനാണ് കൊടുക്കുന്നത്. സാധാരണ ആൾക്കാരുടെ മേലിലുള്ള കോളിംഗ് അല്ല മോനെ, ഏലിയാവിൻ്റെ മേലിലുള്ളതുപോലത്തെ ഒരു വലിയ വിളിയാണ് നിൻ്റെ മേലിലുള്ളത്. വരും ദിവസങ്ങളിൽ അത് വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമാണ് നമ്മളുടെ ചുറ്റുമുള്ളവരെ നമ്മൾ നോക്കും, അല്ലേ? നമ്മുടെ കുടുംബത്തിലുള്ളവരെ നോക്കും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ കൂടെ പഠിക്കുന്നവരെ, കോളേജിൽ സ്കൂളുകളിലൊക്കെ നമ്മുടെ കൂടെ പഠിക്കുന്നവരെ നോക്കും. അവർക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ?
മോളെ, മോനെ, നിൻ്റെ മേലിലുള്ള വിളി വ്യത്യസ്തമാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കോൾ. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഒന്നിച്ച് ആരാധിക്കുന്നവരെ പോലും നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു പോകും, ദൈവമേ ഇവർക്ക് ആർക്കും ഇല്ലല്ലോ ഇങ്ങനത്തെ പ്രയാസങ്ങൾ, ഇതെന്താ ഇങ്ങനെ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ യെരമ്യാവ് പറഞ്ഞ പോലെ ഞാൻ വിശ്വസ്തനായി നിന്നെ സേവിച്ചിട്ടും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു. ദൈവം ഇത് തന്നെയാണ് പറയുന്നത്, നിൻ്റെ മേലിലുള്ള വിളി, ആ കോളിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി വലുതാണ്. അതുകൊണ്ട് ഇതൊരു ട്രെയിനിങ് പീരിയഡാണ്. ആളുകളുടെ കൂടെ ഓടി പരിശീലിപ്പിക്കുക. എന്തിനാണെന്നറിയോ? വരും ദിവസങ്ങളിൽ കുതിരകളുടെ കൂടെ ഓടി ജയിക്കേണ്ടിയവനാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ വീട്ടിൽ 12 ആമക്കളുണ്ടായിരുന്നു, 12 ആമക്കൾ. പക്ഷെങ്കിൽ വിളിയുള്ളവൻ മാത്രമേ ഉള്ളൂ ഈ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടതും അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ആരോപണം വന്നതും, അല്ലേ, ആരും പോകാത്ത വളരെയധികം ക്രൂരമായ ആ കാരാഗ്രഹത്തിൽ പോയി കിടക്കേണ്ടി വന്നതും. ഇതെല്ലാം 12 ആമ്പിള്ളേരിൽ ഒരുത്തന് മാത്രമേ അതെല്ലാം ചെയ്യേണ്ടി വന്നുള്ളൂ. അതാരായിരുന്നെന്നറിയോ? വിളിയുള്ളവൻ. അതുപോലെ തന്നെ ദാവീദിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ പോയാൽ യെശയ്യയുടെ വീട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ടായിരുന്നു? 8 ആമക്കളുണ്ടായിരുന്നു. പക്ഷേ ആ 8 ആമക്കളിൽ ഈ വിളിയുള്ളവൻ മാത്രമാണ് കാട്ടിൽ കിടന്ന് വളരേണ്ടി വന്നേ. അവന് കൂട്ടുകാരായിട്ട് ആടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ മേലൊരു വ്യത്യസ്തമായൊരു വിളിയുണ്ടായിരുന്നു. ഇസ്രായേലിൽ അനേക സുന്ദരിമാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ഒരു പ്രത്യേക വിളിയുള്ളവൾ അവൾക്ക് മാത്രമേ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ നഷ്ടപ്പെടുക മാത്രമല്ല, ഒരു അടിമയായി വേറൊരു ദേശത്തേക്ക് അവളെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നു. പക്ഷെങ്കിൽ മറ്റു സുന്ദരിമാരെ കാട്ടിൽ വ്യത്യസ്തമായൊരു വിളി ഈ സുന്ദരിയുടെ മേളിലുണ്ടായിരുന്നു. സോ പ്രിയ ദൈവമക്കളെ, ഐ ജസ്റ്റ് വോണ്ട് ടു എൻകറേജ് യു. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും ഒരു വ്യത്യസ്ത കോളിംഗ് ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം അത്ര സ്മൂത്തല്ല. പ്രയാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോളിംഗ്, അവരുടെ മേലിലുള്ള ആ വിളി, അത് വെളിപ്പെടുന്ന അതിനു വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്ത് ദൈവം കൊണ്ടുവരികയാണ്. വരും ദിവസങ്ങളിൽ കുതിരകളുടെ കൂടെ ഓടി ജയിക്കുവാൻ ഉള്ള കൃപ, ആ ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെ നയിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളൊന്നും സാരമല്ല. അതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡായിട്ട് അങ്ങ് ഏറ്റെടുത്ത് മുൻപോട്ട് നോക്കി ഓടുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.